ഭക്ഷണം കഴിച്ചതിന്റെ പണം ആവശ്യപ്പെട്ടതിന് കോഴിക്കോട് മാങ്കാവിൽ 3 അംഗ സംഘം ഹോട്ടൽ തകർത്തുവെന്ന് പരാതി. മാങ്കാവ് അളിയൻ ഹോട്ടലാണ് അടിച്ചു തകർത്തത്. ആക്രമണത്തിൽ ഹോട്ടൽ ജീവനക്കാർക്കും പരിക്കേറ്റു. മുഹമ്മദ് അസ്ലം കൂടുതൽ വിവരങ്ങളുമായി. അസ്ലം, എന്താണ് സംഭവിച്ചത്? മാങ്കാവുള്ള അലിയൻസ് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു കടയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത്. 3 അംഗ സംഘം വന്നു, ഭക്ഷണം കഴിച്ചു. 600 രൂപയിലധികം ബില്ലായി. ബില്ലിൽ പണം ചോദിച്ചതോടുകൂടിയാണ് അവർ കൂടുതൽ ഈ കട ഉടമയുമായും കട ജീവനക്കാരുമായും തർക്കത്തിലേർപ്പെടുകയും തുടർന്ന് അങ്ങോട്ട് ബില്ല് തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയും പിന്നെ കടയെ ആക്രമിക്കുകയും ഹോട്ടൽ ജീവനക്കാരനെ ആക്രമിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇവർ മദ്യപിച്ചാണ് എത്തിയതെന്നുള്ളൊരു സൂചന കൂടി ജീവനക്കാർ നൽകുന്നുണ്ട്. എന്തായാലും കട അടിച്ച് തകർത്തു, അവിടുത്തെ ഗ്ലാസ്സൊക്കെ അടിച്ച് തകർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കസേര മറ്റു കാര്യങ്ങൾക്ക് തന്നെ ക്ഷതം ഏൽപ്പിക്കുന്നുണ്ട്. അർത്ഥത്തിൽ പണം ഫുഡ് കഴിച്ചതിൻ്റെ പണം ചോദിച്ചതിൻ്റെ ഒരു പ്രതികാരം അല്ലെങ്കിൽ അത് നൽകാൻ കഴിയാതെ അനാവശ്യമായി തർക്കിക്കുകയും തുടർന്ന് അങ്ങോട്ട് ആ കട തന്നെ അടിച്ച് തകർക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. എന്തായാലും പണം നൽകിയിട്ട് പോകാൻ കഴിയുമെന്ന് ജീവനക്കാരും മറ്റൊക്കെ പറഞ്ഞതാണ് അവരെ കൂടുതൽ പ്രകോപിതരാക്കിയത്. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു മർദ്ദനം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. CCTV ദൃശ്യങ്ങളിൽ ആ കട അടിച്ചു കറക്കുന്ന ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. കടവുടമ പോലീസിൽ, മാങ്കാവാണ് ഈ കട ഉള്ളത്, പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മറ്റ് പ്രതികളെ കണ്ടെത്താൻ CCTV ദൃശ്യങ്ങളും ഉള്ള സാഹചര്യത്തിൽ പ്രതികളെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. എന്തായാലും പിന്നെ 600 രൂപ മാത്രമുള്ള 3 പേർ കഴിച്ചതാണ്. 600 രൂപ മാത്രമുള്ളൊരു ബില്ലിന്, 600 തൊട്ട് താഴെയുള്ള ഒരു ബില്ലിനാണ് ഇത്രയും ഒരു അക്രമം ഈ പ്രതികൾ ഈ കടയ്ക്ക് നേരെ നടത്തിയിരിക്കുന്നത്. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കോഴിക്കോട് മാങ്കാവിലാണ്. ഭക്ഷണം കഴിച്ചതിന്റെ ബില്ല് ചോദിച്ചതിനെ തുടർന്നുണ്ടായ സംഘർഷം എന്നാണ് കടക്കാർ പറയുന്നത്. എന്തായാലും കാര്യമായ നാശം അവിടെ ഈ അക്രമി സംഘം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കാണാം.